നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. 2024 ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതിപാദ്യം. അശ്വതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രക്കാരെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം 2024 നമുക്കൊന്ന് പരിശോധിക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് മംഗളകരമായിട്ടുള്ള ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനും അതിൽ നിന്ന് മാനസിക സംതൃപ്തി നേടാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. അതായത് പൊതുവെ എല്ലാ കാര്യത്തിലും മനസ്സുഖം വർദ്ധിക്കുന്നതാണ്. ധനപരമായി അനുകൂലമായിട്ടുള്ള വർഷമാണ്. കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ്. എന്നാൽ സൗഹൃദവും മറ്റും കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കരുതലെടുക്കേണ്ടതാണ്. ചില സൗഹൃദങ്ങളിലൊക്കെ തർക്കങ്ങളും ഉലച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും പേരും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കാം. പ്രവർത്തന മേഖലയിൽ അലസത ഉണ്ടാകാതെ അതൊക്കെ തരണം ചെയ്ത് കർമ്മ മേഖലയെ ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ഇല്ലാതാകുന്നതാണ്. സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബ സൗഖ്യം വർദ്ധിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ്. താൽക്കാലിക ജോലികളൊക്കെ ചെയ്തു വരുന്നവർക്ക് അതൊക്കെ സ്ഥിരമാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതാണ്. ഏറ്റെടുത്ത പ്രവർത്തന മേഖലകളിലെല്ലാം തന്നെ പുണർന്ന നക്ഷത്രക്കാർക്ക് 2024 വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2024 രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായിരിക്കും എന്ന് പറയണം. ആരോഗ്യകാര്യത്തിൽ പുണർന്ന നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരത്തിനും ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമൊക്കെ പുണർന്ന നക്ഷത്രക്കാർ ധർമ്മശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലുമൊക്കെ വിശേഷമായി ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക, എള്ളുപായസം, നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് പുണർന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. പുണർന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും പുതുവർഷം 2024 നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.